നിന്റെ അന്തം കമ്മികളെ ഞാനേ നിങ്ങൾക്കൊന്നും തോന്നുന്നില്ല. നിങ്ങളെ നേതാക്കന്മാർ എങ്ങനെയാണ് ഇങ്ങനെയായി പോയത്? നിങ്ങളെ നേതാക്കന്മാരെങ്ങനെയാ ഇങ്ങനെ വിവരമില്ലാത്തവരായി പോയത്? ഈ പോസ്റ്റിന് താഴെ താഴെയുള്ള കമന്റുകൾ വായിച്ചാൽ പെറ്റ തള്ള സഹിക്കും കേട്ടോ. സനോജെ, സഖാക്കളെ പറ്റിക്കുന്നത് പോലെ കേരളത്തിലെ ജനങ്ങളെ മൊത്തം പറ്റിക്കാമെന്ന് വിചാരിക്കരുത് കേട്ടോ. സഖാക്കളെ പറ്റിക്കാം, നിങ്ങൾക്ക് സഖാക്കളെ പറ്റിക്കാം. കാരണം സഖാക്കളാകെ ദേശാഭിമാനി വായിക്കൊള്ളൂ. അപ്പം കൈരളിയെ കാണുള്ളൂ, ദേശാഭിമാനി വായിക്കൊള്ളൂ. അമ്മാരി സഖാക്കളെ നിങ്ങൾക്ക് പറ്റിക്കാം എന്ന് വിചാരിച്ചിട്ടേ പത്രം വായിക്കുന്ന ബോധവും വിവരവുമുള്ള ആൾക്കാരെ പറ്റിക്കാൻ നടക്കരുത് മോനെ. ഒരേ ഒരു ചോദ്യം, നിങ്ങൾ PMCയിൽ ഒപ്പുവെച്ചിട്ടുണ്ടോ ഇല്ലേ? അത് പറ. ഇവരിപ്പോ മിണ്ടാത്ത കാര്യം, നിങ്ങളല്ലടോ ഒപ്പുവെച്ചത്, അത് പറയടോ. നിങ്ങളല്ലേ ഒപ്പുവെച്ചത്, അത് പറ. ഒരേ ഒരു ചോദ്യം, നിങ്ങൾ PMCയിൽ ഒപ്പുവെച്ചിട്ടുണ്ടോ ഇല്ലേ? അത് പറ. അത് തുറന്നു പറയണം. പിന്നെ നിങ്ങൾ അയച്ച ഈ കത്ത്, അതിന് കേന്ദ്രത്തിന്റെ മറുപടി എന്തായിരുന്നു? നിങ്ങൾക്ക് പിന്മാറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു കത്തയച്ചത്. അതായത് പിന്മാറി എന്ന് പറഞ്ഞ കത്തയച്ചിട്ടില്ല, അത് അമ്മാരി തൽക്കാലത്തേക്ക് പെൻഡിങ് വെക്കണം എന്ന് പറഞ്ഞൊരു കത്തയച്ചത്. തൽക്കാലത്തേക്ക് പെൻഡിങ് വെക്കണം എന്ന് പറയുന്ന ഒരു കത്താണ് അയച്ചത്. ആ കത്തിന് വല്ല മറുപടി കിട്ടിയോ? ശരിക്കും മറുപടി കിട്ടേണ്ട കാര്യമില്ലാന്നേ. ഇങ്ങനെ ഒരു കത്തയച്ചാൽ കേന്ദ്രം എടുത്ത് കണ്ടത് ചവറ്റുകൊട്ടയിൽ എറിയും. അങ്ങനെ ഒരു കത്തുകൊണ്ട് ഒരു പ്രസക്തിയില്ല. അങ്ങനെ ഒരു കത്തിനേ പ്രസക്തിയില്ല. ഞങ്ങൾ ഇതിന്ന് പിന്മാറി എന്ന് പറഞ്ഞ കത്തയച്ചാലും പ്രസക്തിയില്ല. ഞാൻ അത് നേരത്തെ പറഞ്ഞു. ഇതിന്റെ MOUയിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഒരു സംസ്ഥാനത്തിനും ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. പഞ്ചാബ് നേരത്തെ അങ്ങനെ ചെയ്തിരുന്നു. ഞങ്ങൾ പിന്മാറുകയാണെന്ന് പറഞ്ഞിരുന്നു. അതോടുകൂടി ഇവരുടെ ഫണ്ട് മുഴുവൻ വെട്ടി. അവസാനം അവർ പോയി കൈയും കാലും പിടിച്ചു. ഞങ്ങൾ ഈ പദ്ധതിയിൽ ഉണ്ട് എന്ന് പറഞ്ഞു. അവരുടെ ഫണ്ടൊക്കെ റിലീസ് ചെയ്ത് കൊടുത്തു. അത്ര തന്നെ. എന്നിട്ട് തലയിൽ മുണ്ടിട്ട് പോയി PMCയിൽ ഒപ്പുവെച്ച പിണറായി വിജയനും ശിവൻകുട്ടിയും കേരള ജനതയെ വഞ്ചിച്ചു. അതാണോ, ഇവരാണ് കേരള ജനതയെ വഞ്ചിച്ചത്. എന്നിട്ട് ഇപ്പോ ഒരു കത്തും കണ്ടു വന്നിരിക്കുന്നു സനോജ്. ഇപ്പോ DYFIയുടെ സെക്രട്ടറി മാത്രമല്ല, താൻ MLA കൂടിയാണ്, അത് ഓർമ്മ വേണം. പറയാണ്, ജനങ്ങൾ പ്രതികരിക്കടോ, ജനങ്ങൾ പ്രതികരിക്കും. നിങ്ങളുടെ അന്തംഗമികളെ പോലെ പൊട്ടന്മാരല്ല ജനങ്ങള്. ഇതിൽ പല ഒരു മറുപടി സനോജിന്റെ ഈ പറയുന്ന ഈ കത്തിനില്ല. ഇതിന്റെ തുടക്കത്തെയാണ് മൂപ്പര് പറഞ്ഞത്, ആര്, മറ്റേ VD സതീശൻ നുണയനാണെന്ന്. ആണ് പറയുന്നേ, VD സതീശൻ നുണയനാണെന്നാണ് പറയുന്നേ. നുണ പറയുന്നത് ഇവരാണെന്നേ. നട്ടാക്കുരുക്കാത്ത നുണ പറയുന്നത് ഇമ്മാതിരി മുതലുകളാണ്, കഴിക്കാൻ നന്നാവാത്ത ഈ സാധനങ്ങളാണ്. എന്നിട്ട് പറയും സതീശൻ നുണ പറയാണെന്ന്. സതീശൻ ഒരു നുണയും പറഞ്ഞിട്ടില്ല. ഇനി ഇതില് അരുൺകുമാർ പറയുന്നു, എബയൻസ് മീൻസ് ടെമ്പററി സസ്പെൻഷൻ. ഈ അർത്ഥറിയാത്ത പഠിപ്പിക്കുകയാണ് VK സനോജിനെ പഠിപ്പിക്കുകയാണ് വേറൊരാൾ വന്നിട്ട്. ഇന്റെ അന്തംഗമ്മികളെ, നിങ്ങളൊക്കെ ഒരു സ്ഥിതി ആലോചിച്ച് നോക്കിയാട്ടെ. നിങ്ങളൊരു കമന്റ് ഇടുമ്പോഴേ നിങ്ങളെ പഠിപ്പിക്കുകയാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങള്. എടോ സനോജെ, എടോ പൂമര, പഠിക്കടോ, പോയി ഇംഗ്ലീഷ് പഠിക്കടോ. റഹീമിന്റെ കൂടെ പോയി ഇംഗ്ലീഷ് പഠിക്കടോ. കന്യു കൂട്ട മറ്റേ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിനെയും കൂട്ടിക്കോ. തലയിൽ വീടും കൊണ്ട് നടക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയെയും കൊണ്ട് നടക്കടോ. ശിവൻകുട്ടിയെയും കൂട്ടിക്കോ. പോയി കണ്ട് ഇംഗ്ലീഷ് പഠിക്കോ. LKGയിലും UKGയിലൊക്കെ പോയി ഇരിക്കട്ടോ. നിങ്ങളുടെ പേരക്കുട്ടികൾ ഇരിക്കുന്ന കൂടെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേരക്കുട്ടികളുടെ പുസ്തകം ഒന്ന് വായിച്ച് പഠിക്കോ. ശിവൻകുട്ടിയോടാണ് പറയുന്നത്. എബയൻസ് മീൻസ് ടെമ്പററി സസ്പെൻഷൻ. കേൾക്ക്, ഇത് സനോജിനോട് മാത്രമേ ഞാൻ പറയുന്നത്, ഈ നാട്ടിലെ എല്ലാ അന്തംഗമ്മികളോടും പറയാണ്. VD സതീശൻ പറഞ്ഞത് 100% ശരിയാണ്. ഈ MOUവിൽ നിന്ന് നിങ്ങൾ പിന്മാറിയിട്ടില്ല, പിന്മാറുകയാണ് എന്ന് പറഞ്ഞൊരു കത്തയച്ചിട്ടില്ല. നിങ്ങൾ അതിലെഴുതിയത് ഞങ്ങൾ താൽക്കാലികമായി ഇതൊന്ന് മരവിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. അതിങ്ങനെയാണ്, എബയൻസ് മീൻസ് ടെമ്പററി സസ്പെൻഷൻ. ഇതൊന്ന് വെറും സസ്പെൻഷൻ എന്ന് കൂടിയല്ല പറയുന്നത്, ടെമ്പററി സസ്പെൻഷൻ. താൽക്കാലികമായി ഇതൊന്ന് എന്ത് ചെയ്യണം, താൽക്കാലികമായി ഇതൊന്ന് പെൻഡിങ്ങിൽ വെക്കണം, താൽക്കാലികമായി ഇതൊന്ന് സസ്പെൻഡ് ചെയ്ത് തരണം എന്നാ പറയുന്നത്. അതാണ് എബയൻസ് എന്നുള്ളതിന്റെ അർത്ഥം. Abeyance means temporary suspension, temporary hold or keeping something pending until a decision is made. ഒരു തീരുമാനം ആകുന്നതിന് മുമ്പ് തൽക്കാലത്തേക്ക് ഒന്ന് തടഞ്ഞു നിർത്താനുള്ള ഒരു പദമാണ് abeyance എന്നുള്ളത് കേട്ടോ അന്തംഗമ്മികളെ. നിങ്ങൾക്ക് നാണാവുന്നില്ലടോ ഇതൊക്കെ കേൾക്കുമ്പോ? ഞാൻ അറിയാൻ ചോദിക്കുകയാണ്. അതായത് ഞങ്ങളുടെ നേതാക്കന്മാർക്ക് ഒരു ഇംഗ്ലീഷ് പോലും അറിയില്ല. ഇനി ഇംഗ്ലീഷ് അറിഞ്ഞൂടെങ്കിലും ഇതിങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ വിഡ്ഢിവേഷം കെട്ടണോ? അതാ മനസ്സിലാവത്. ഇപ്പൊ ഇംഗ്ലീഷ് ഇപ്പൊ എല്ലാവർക്കും അറിഞ്ഞോളണമെന്നൊന്നും ഒരു നിർബന്ധം ഇല്ല കേട്ടോ. എബയൻസിന്റെ അർത്ഥം അറിയാത്ത ഒരുപാട് ആൾക്കാർ ഈ നാട്ടിലുണ്ടാവും. പക്ഷേ ഞങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് വിചാരിച്ചിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നും കണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയാണ്. അതാണ് അല്ലേ ഇതിന്റെ ഒരു കഷ്ടസ്ഥിതി ആലോചിച്ച് നോക്കിയാട്ടെ. അത് കഴിഞ്ഞിട്ട്
ഈ നേരത്തെ ഞാൻ വായിച്ചതിന്റെ മലയാള വിവർത്തനം ഗാനി റാബിയാസ്, ഇതിന്റെ മലയാള വിവർത്തനം ഞാൻ അതുകൂടി ഒന്ന് വായിക്കട്ടോ. ഈ ഇംഗ്ലീഷ് അറിയാത്ത അന്തംഗമ്മികളൊക്കെ ഒന്ന് നേരെ ഇരിക്കണം, വർത്തമാനം പറയരുതേ. അതിന്റെ മലയാള വിവർത്തനം കേട്ടോളി. പ്രിയ സാർ, വിഷയം ധാരണാപത്രം നടപ്പിലാക്കൽ സംബന്ധിച്ച് പരാമർശം. ഒന്നാം ഭാഗത്ത് വിദ്യാഭ്യാസ മന്ത്രാലയം, ഇന്ത്യ സർക്കാർ. രണ്ടാം ഭാഗത്ത് കേരള സർക്കാർ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്നിവ തമ്മിൽ ഒപ്പുവെച്ച ധാരണാപത്രം. മുകളിൽ പരാമർശിച്ച രേഖയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. മേൽപ്പറഞ്ഞ ധാരണാപത്രം, അതായത് MOU, മേൽപ്പറഞ്ഞ ധാരണാപത്രം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആശങ്കകളുടെ പശ്ചാത്തലത്തിൽ കേൾക്കുന്നുണ്ടോ? അവിടെ അന്തംഗമ്മികൾ ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്ക്. അവിടെ തോണ്ടി കുത്തിരിക്കണ്ടോ, ഇങ്ങോട്ട് നോക്കി. മുകളിൽ പരാമർശിച്ച രേഖയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. മേൽപ്പറഞ്ഞ ധാരണാപത്രം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുയർന്ന ആശങ്കകളുടെ പശ്ചാത്തലത്തിൽ അവ പരിശോധിച്ച് തുടർ പരിഗണനയ്ക്കായി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി മന്ത്രിസഭാ അംഗങ്ങളിൽ നിന്ന് ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, അതിന് സൗകര്യമൊരുക്കുന്നതിനായി ധാരണാപത്രത്തിന്റെ നടപ്പാക്കൽ, ശ്രദ്ധിക്കണേ, അതിന് സൗകര്യമൊരുക്കുന്നതിനായി ധാരണാപത്രത്തിന്റെ നടപ്പാക്കൽ താൽക്കാലികമായി നിർത്തിവെക്കാനും മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. അതിനാൽ ധാരണാപത്രത്തിന്റെ നടപ്പാക്കലുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് മുമ്പ് കേരള സർക്കാർ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വരെ കാത്തിരിക്കണമെന്ന് അറിയിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. ആദരപൂർവ്വം വിശ്വസ്തയോടെ ഡോക്ടർ വാസുകി കെ IAS. ഇതാണ് സനോജ് സാർ പോസ്റ്റ് ചെയ്ത രേഖയുടെ മലയാളം പതിപ്പ്. മനസ്സിലായോ? അപ്പം ഈ കരാറിൽ നിന്ന് ഞങ്ങൾ പിന്മാറി അല്ലെങ്കിൽ പിന്മാറുന്നു എന്ന് LDF സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചിട്ടില്ല. ഇനി വല്ല തെളിവും വേണോ? നിങ്ങൾ തന്നെ ഹാജരാക്കിയ ഈ പറയുന്ന MOUവിന്റെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിച്ചിട്ട് മനസ്സിലാകാത്തത് കൊണ്ട് അതിന്റെ മലയാള പരിഭാഷ ഞാൻ വായിച്ചു തന്നു. അതെന്താ പറയുന്നത്? താൽക്കാലികമായി ഞങ്ങളൊരു മന്ത്രിസഭാ കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട്. അവരുടെ നിർദ്ദേശം വരുന്നത് വരെ ഇതൊന്ന് താൽക്കാലികമായി ഒന്ന് പെൻഡിങ്ങിൽ വെക്കണം. അത്രയേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഇവര് പോയി. അപ്പോഴത്തേക്ക് ഇവരെ ആൾക്കാർ ചവിട്ടി പുറത്താക്കി. ഇനി VD സതീശനല്ലേ? VD സതീശൻ എന്ത് ചെയ്യാനും നിങ്ങൾ പറയാം. VD സതീശൻ ഇനി ഒരു രക്ഷയില്ലാതെ ഇത് നടപ്പാക്കണം. എടോ അന്തംഗമ്മികളെ, എനിക്കിങ്ങനെ തടിച്ച് കീറുന്നുണ്ട് കേട്ടോ. നുണ പറയുന്നത് സതീശനല്ലടോ, നിങ്ങളാണോ പറയുന്നത്, നിങ്ങളുടെ നേതാക്കന്മാരാണോ പറയുന്നത്. എന്നിട്ട് വീണ്ടും പറയാളോ സതീശനാണ് നുണ പറയുന്നതെന്ന്. നുണ പറയുന്ന അദ്ദേഹത്തിന് ഭൂഷണമായിരിക്കാം, പക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു നുണയനാണ് എന്നത് മലയാളികൾക്ക് ആകെ അപമാനമാണ്. അതാണ് സതീശന് നുണ പറയാം, പക്ഷെ അയാള് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്, അതുകൊണ്ട് നുണ പറയാൻ പാടില്ല. VK സനോജ് എന്ന് പറയുന്ന മഹാൻ, കള്ളത്തരം പറയാത്ത മഹാൻ പറയുകയാണ് ഇയാൾ പറയുന്നത് കള്ളത്തരം അല്ലെങ്കിൽ ശുദ്ധ വിവരക്കേട്. കാരണം അന്തംഗമ്മികൾക്ക് ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവില്ല, അത്രയേ ഉള്ളൂ. ഞാൻ ഇവരെ കുറ്റപ്പെടുത്തുന്നില്ല. VK സനോജിനോ അല്ലെങ്കിൽ സ്വരാജിനോ അല്ലെങ്കിൽ VK ശിവൻകുട്ടിക്കോ ഇമാതിരി ഒരു അന്തംഗമ്മികൾക്കും ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവില്ല. റഹീമിനെ അറിയാലോ, കന്യു അല്ലെ, അങ്ങനെ ഒരു ഡബിൾ എ റഹീം ഉണ്ടല്ലോ, യോനും മനസ്സിലാവില്ല. തലയില് മറ്റേ വീടും ചുമന്ന് നടക്കുന്ന അല്ലെ ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടല്ലോ, അല്ലെ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ഇമാതിരി ആൾക്കാർക്കൊന്നും ഇംഗ്ലീഷ് അറിയില്ലടോ. ഇംഗ്ലീഷ് അറിയാതെ ഇംഗ്ലീഷിൽ എഴുതിയ ഒരു കത്തിൽ എന്താ കാര്യം അറിയാതെ ഇവര് വന്നും കണ്ട് VD സതീശന്റെ മേലെ കുതിര കയറിയാണ്. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ കുറെ മാസങ്ങളായി കേൾക്കുന്ന ഒരു കാര്യമാണ് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ. പലർക്കും അറിയില്ല എന്താണ് ഈ PM ശ്രീ പദ്ധതി, എന്തിനാണ് ഈ LDF സർക്കാർ അതിനെ എതിർക്കുന്നത്, എതിർത്തിട്ടും എന്തിനു പോയി ഒപ്പിട്ടു. ഇപ്പോ VD സതീശൻ സർക്കാർ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെന്തിനാണ് ഇവരിങ്ങനെ വിലപിക്കുന്നത്? ഇന്ന് ഏറ്റവും അവസാനം VD സതീശന്റെ പത്രക്കാരുമായിട്ടുള്ള ചർച്ച, അതായത് മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ പത്രക്കാരോട് പറയുന്ന ആ വേളയിൽ പത്രക്കാർ ഇത് സംബന്ധിച്ച് ചോദിച്ചപ്പോൾ VD സതീശൻ വളരെ കൃത്യമായി പറഞ്ഞു, PM ശ്രീ പദ്ധതി നിർത്തി എന്ന് ഇതുവരെ LDF സർക്കാർ അങ്ങനെ ഒരു കത്തയച്ചിട്ടില്ല. മനസ്സിലായല്ലോ? PM ശ്രീ പദ്ധതിയിൽ നിന്ന് ഞങ്ങൾ പിന്മാറി, പദ്ധതിയുമായി ഇനി ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന രീതിയിൽ ഒരു കത്ത് ഇതുവരെ അയച്ചിട്ടില്ല. മറ്റൊന്ന്, PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുകയും അതിനുശേഷം ആ കരാർ വ്യവസ്ഥകൾക്കനുസരിച്ച്
പൈസ വാങ്ങുകയും ചെയ്തു കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് UDF സർക്കാരിന് അതിൽ നിന്ന് പിന്മാറാൻ പറ്റുക? ഞങ്ങൾക്ക് ആകപ്പാടെ ചെയ്യാൻ പറ്റുന്നത് അതിലെ ചില നിർദ്ദേശങ്ങൾ, അതായത് സംസ്ഥാന താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ചില നിർദ്ദേശങ്ങൾ, അത് ഞങ്ങളുടെ അതായത് സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് അതിനെ മാറ്റാനുള്ള ചില അവകാശങ്ങൾ, അതായത് ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഏറ്റവും പ്രധാനം ഈ സ്കൂളുകൾ, ഏതെല്ലാം സ്കൂളുകളിലാണ് PM ശ്രീ പദ്ധതി നടപ്പാക്കേണ്ടത് എന്നുള്ള തീരുമാനം സംസ്ഥാനത്തിൻ്റെതായിരിക്കും. സംസ്ഥാനം തീരുമാനിക്കും ഇന്ന സ്കൂളുകളിലൊക്കെയാണ് ഇത് ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കേണ്ടത്. പിന്നെ ഇതിൽ പഠിപ്പിക്കാനുള്ള കാര്യം, കേന്ദ്ര സർക്കാരിന്റെ ഈ രീതിയിലുള്ള പാഠ്യപദ്ധതിയൊന്നും ഞങ്ങൾക്ക് ശരിയാവില്ല, ഞങ്ങൾ പഠിപ്പിക്കും. അതായത് ഇതിന്റെ സിലബസ്, പാഠ്യപദ്ധതിയൊക്കെ ഞങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചായിരിക്കും ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയാണ് VD സതീശൻ പറഞ്ഞത്. VD സതീശന്റെ ഈ ഒരു പത്രക്കാരോടുള്ള ഈ ഒരു എന്താ പറയാ, ഈ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഈ പ്രതികരണം, ഇതറിഞ്ഞ ഉടനെ ഞാൻ ആദ്യം കണ്ടത് നമ്മുടെ സനോജിന്റെ ആണ്. സനോജിന്റെ, അതായത് DYFI നേതാവ് സനോജ് നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടേ. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രി VD സതീശൻ നുണ പറയുന്നത് തുടരുകയാണ്. അതായത് ഈ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നമുക്കറിയാലോ, ദേശാഭിമാനി പത്രം എല്ലാ ദിവസവും നുണേശൻ എന്ന പേര് ചാർത്തിക്കൊണ്ട് VD സതീശൻ നുണ പറയുന്ന ആളാണ്, VD സതീശൻ വായ തുറന്നാൽ നുണ മാത്രമേ പറയുകയുള്ളൂ എന്ന രീതിയിലുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കിയ കാര്യം നമുക്കറിയാലോ. എന്ന് വെച്ചാൽ സതീശന് നുണേശൻ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ അപമാനിക്കുന്ന, അപഹസിക്കുന്ന ഒരു രീതിയായിരുന്നു ഇലക്ഷന് മുൻകാലത്ത് സഖാക്കന്മാർ ചെയ്തുകൊണ്ട്, അതായത് അന്തംകമ്മികൾ ചെയ്തു. ഇത് സാധാ താഴെക്കിടയിലുള്ള അന്തംകമ്മികൾ മാത്രമല്ല, നേതാക്കന്മാർ വരെ, നമ്മുടെ പാർട്ടി സെക്രട്ടറി അപ്പം ഗോവിന്ദൻ വരെ സതീശനെ കള്ളം പറയുന്ന സതീശൻ എന്ന് വിളിച്ചാക്ഷേപിക്കുകയുണ്ടായി. ഇപ്പോഴും ഈ ഇലക്ഷനൊക്കെ ശേഷം 102 സീറ്റുമായി അല്ലേ, അഭിമാനകരമായ രീതിയിൽ UDF അധികാരത്തിൽ വന്നിട്ടും ഇപ്പോഴും VD സതീശനെ നുണേശൻ എന്ന് വിളിക്കാനുള്ള ഒരു തൊലിക്കട്ടിയുണ്ടല്ലോ. മുഖ്യമന്ത്രി VD സതീശൻ നുണ പറയുന്നത് തുടരുകയാണെന്നാണ് VK സനോജ് പറയുന്നത്. ഇയാളിപ്പോ ഒരു MLA ആണെന്നേ, അത് മനസ്സിലാക്കണ്ടേ? ഇയാൾ വെറും ഒരു ഡിഫി നേതാവല്ല. നേരത്തെ ശൈലജ ടീച്ചർ മത്സരിച്ച മണ്ഡലത്തിൽ മത്സരിച്ച് തട്ടിമുട്ടി ജയിച്ച ആളാണ് ഈ പറയുന്ന VK സനോജ്. ഒരു MLA എന്ന ഒരു സ്ഥാനമെങ്കിലും ഇയാൾ നോക്കണ്ടേ? ഞാൻ ഇയാൾ കുറ്റപ്പെടുത്തുന്നില്ല. എല്ലാ അന്തംഗമികളും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ്? VD സതീശൻ നുണേശനാണ്. എങ്ങനെ ഇവർക്ക് ഇങ്ങനെ പറയാൻ തോന്നുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം കഴിഞ്ഞ ഒരു മാസം അല്ലേ, ഇപ്പോൾ പോലും ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ ദിവസം ഒരു മാസമായിട്ടില്ല, സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഒരു മാസമായിട്ടില്ലെന്നേ. ആ ഒരു മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ ചരിത്രപ്രധാനമായ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ലാത്ത അത്രയും ജനപ്രിയ നടപടികൾ, കഴിഞ്ഞ LDF സർക്കാരിന്റെ എല്ലാ നെറികേടുകളും അവസാനിപ്പിച്ചുകൊണ്ട് ഏറ്റവും മികച്ച പദ്ധതികൾ, ഇത്രയും ചെയ്ത ഒരു സർക്കാർ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്നേ. ഇതൊക്കെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയും ഇവിടുത്തെ സാധാരണ ജനങ്ങൾ, അന്തംഗമ്മികളല്ലാത്ത ജനങ്ങൾ മുഴുവൻ പാർട്ടി ഭേദമന്യേ VD സതീശന്റെ ഇത്തരത്തിലുള്ള നടപടികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ, ഇപ്പം സുരേഷ് ഗോപി പോലും ഈ സൗജന്യ യാത്രാ പദ്ധതിയെ പ്രകീർത്തിച്ചു. മറുപക്ഷത്ത് നിൽക്കുന്നവർ പോലും, എന്ന് പറഞ്ഞാൽ മറുപക്ഷത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പോലും അഭിനന്ദിക്കുകയാണ് സതീശനെ. കാരണം ഇത്തരം ധീരമായ നിലപാടുകൾ, ഇത്തരം ജനപ്രിയ നിലപാടുകൾ ഇത് എടുക്കുന്നതിലുള്ള VD സതീശന്റെ ആ ശ്രദ്ധ എല്ലാവരും അംഗീകരിക്കുകയാണ്. അപ്പോഴാണ് ഇവർ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സതീശൻ നുണേശനാണ് എന്ന്. VK സനോജ് പറയുകയാണ്, മുഖ്യമന്ത്രി VD സതീശൻ നുണ പറയുന്നത് തുടരുകയാണ്. ഇന്ന് മന്ത്രിസഭാ യോഗാനന്തരം നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് LDF സർക്കാരിന്റെ കാലത്ത് PM ശ്രീ പദ്ധതി നടപ്പിലാക്കി എന്നും. ശ്രദ്ധിക്കണേ, ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ VD സതീശൻ പറഞ്ഞത് LDF സർക്കാരിന്റെ കാലത്ത് PM ശ്രീ പദ്ധതി നടപ്പിലാക്കി എന്നും അതിൽ നിന്നും പിന്മാറാൻ കത്ത് നൽകിയിട്ടില്ല എന്നുമാണ്. ശരിയല്ലേ? PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയാണ് എന്നൊരു കത്ത് നൽകിയിട്ടില്ലാന്നേ. ഞാനിതാ കുറച്ചു മുമ്പ്, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് നമ്മുടെ ഏത് ചാനലാണ്, റിപ്പോർട്ടർ ചാനലിൽ
റിപ്പോർട്ടർ ചാനലിലെ മറ്റേ പൂമരൻ സ്വരാജും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇവരുടെ നേതാക്കന്മാർ മുഴുവനും ഇപ്പൊ സ്വരാജും ഈ വി കെ സനോജൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഇത് തന്നെയായിരിക്കും, എല്ലാവരും ഇത് തന്നെയായിരിക്കും പറയാം. കാരണം AKG സെന്ററിന് എഴുതി കൊടുക്കുന്ന ഈ തുണ്ട് പേപ്പർ ഉണ്ടല്ലോ, ഈ തുണ്ട് പേപ്പർ കോപ്പി അടിക്കാണല്ലോ ചെയ്യുക. അപ്പൊ ഇവര് പറയുന്നത് VD സതീശൻ നുണ പറയുകയാണ്. ഞാനിതാ നിങ്ങളോട് എന്റെ വിശ്വാസയോഗ്യമായ അറിവ് വെച്ച് ഞാൻ പറയുകയാണ്, VD സതീശൻ ഒരു നുണയും പറഞ്ഞിട്ടില്ലാന്നേ. സംസ്ഥാന സർക്കാർ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതാരാ? ഇപ്പൊ ഇവിടെ ശിവൻകുട്ടിയൊക്കെ എന്താണ് രക്തം തിളക്കിയല്ലേ? PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല. കാരണഭൂതം പറയാണ് PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല. ഗോവിന്ദൻ പറയാണ് PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല. എടോ, PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് ആര്? നിങ്ങളല്ലടോ ഒപ്പിട്ടത്. 2025 ഒക്ടോബറിൽ ആരും അറിയാതെ, മന്ത്രിസഭാ അംഗങ്ങൾ പോലും അറിയാതെ പാത്തും പതുങ്ങിയും പോയി ഒളിച്ചൊപ്പിട്ടത് LDF സർക്കാരല്ലേ? പിണറായി വിജയനും ശിവൻകുട്ടിയല്ലേ? അതിന്റെ പേരിലല്ലേ ബിനോയ് വിശ്വം പൊട്ടിത്തെറിച്ച് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞത്? അപ്പോഴല്ലേ ഈ CPM-ലെ തന്നെ പലരും പറഞ്ഞത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ആരും അറിയാതെ ജോൺ ബ്രിട്ടാസിന്റെ ഒരു പാലത്ത് കയറി, ജോൺ ബ്രിട്ടാസ് ഇട്ട പാലം, CPM-ൽ നിന്ന് BJP-യിലേക്ക് ഇട്ട പാലത്തിലൂടെ പോയിട്ട് ശിവൻകുട്ടിയും കാരണഭൂതവും ചേർത്ത് ഒപ്പിട്ടില്ലേ? നിങ്ങൾ ഒപ്പിട്ട പദ്ധതി. എന്നിട്ടിപ്പം പറയാണ് VD സതീശൻ PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ പോകുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ, ഇവരുടെ തൊലിക്കട്ടി ഉണ്ടല്ലോ, തൊലിക്കട്ടി. അത് അങ്ങനെ പറഞ്ഞാൽ പോരാന്നേ. അവരൊപ്പിട്ട് മാത്രമല്ല പൈസ വാങ്ങി, എത്ര 99 കോടി രൂപ വാങ്ങി. അതിനുശേഷം, കാരണം ഇത് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു ഈ SSA ഫണ്ട്. അപ്പോഴാണ് ഇവർ നിങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതായത് ഒരു പൈസയും വാങ്ങിയിട്ടില്ലാന്ന്. സതീശൻ പറഞ്ഞത് പൈസ വാങ്ങി. എത്ര പൈസ വാങ്ങി? 99 കോടി വാങ്ങി. വേറൊരു 106 കോടി കൂടി അനുവദിച്ചു. എന്തുകൊണ്ട്? PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് കൊണ്ട്. അപ്പം പറയുന്നത് PM ശ്രീ പദ്ധതിയല്ല, അത് SSA ഫണ്ടാണെന്ന്. എടോ കൂട്ടരെ, നിങ്ങൾ വിവരം അറിയാതെ നിങ്ങൾ ഇങ്ങനെ തുള്ളല്ല. ഈ SSA എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, സർവശിക്ഷാ അഭിയാൻ, അതിപ്പോ ഇല്ലടോ. അത് ഈ NEP വന്നപ്പം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അല്ലേ, ദേശീയ വിദ്യാഭ്യാസ പദ്ധതി, അതിൽ ഈ SSA ലയിപ്പിച്ചടോ. അപ്പൊ SSA ഫണ്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് NEP നടപ്പിലാക്കുന്നതിന് ഫണ്ടാണ്, PM ശ്രീ നടപ്പിലാക്കുന്നതിന് ഫണ്ടാണ്. സതീശൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾ ഒപ്പിട്ടതിന് ശേഷം നിങ്ങൾക്ക് 99 കോടി കിട്ടി. ഇനി അത് SSA ഫണ്ട് എന്ന് പറയണ്ട. SSA ഫണ്ട് എന്ന് പറഞ്ഞാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട ഫണ്ട് തന്നെയാണ്. വേറെ 106 കോടിയോ 109 കോടിയോ അനുവദിക്കുകയും ചെയ്തു. സതീശൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ അതിൽ നിന്ന് പിന്മാറി എന്ന് പറയുന്നത് തെറ്റാണ്. നിങ്ങൾ പിന്മാറിക്കൊണ്ടുള്ള ഒരു കത്ത് കൊടുത്തില്ലാന്നേ, ഒരു കത്ത് കൊടുത്തിട്ടില്ല. തെളിയിക്കാൻ ചങ്കൂറ്റുണ്ടെങ്കിൽ തെളിയിക്കടോ സ്വരാജെ, വസീഫെ, സനോജെ. എനിക്കതാ പറയാനുള്ളത്. അപ്പോഴാണ് ഈ മണകുടാഞ്ചൻ, ഈ VK സനോജ് എന്ന് പറയുന്ന ഈ ഇത്ര വിവരം കെട്ടവർ അല്ലേ, പാട്യാല ഷാജി പറഞ്ഞ പോലെ ഒരു വാക്കും കൊള്ളാത്തവർ, അത്തരം ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് ഈ പറയുന്ന VK സനോജ്. ഇതിപ്പോ ഇവന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഞാൻ ബാക്കി തുടർന്ന് വായിക്കാം. ഞാൻ അതിന്റെ മുമ്പേ അതിന്റെ ഒരു എന്താണ് യാഥാർത്ഥ്യം എന്ന് നിങ്ങളോട് പറഞ്ഞതാണ് കേട്ടോ. ഇനി അതിന്റെ മുമ്പ് ഒറ്റ കാര്യം കൂടി പറയാം. അല്ല കൂട്ടരെ, ഈ PM ശ്രീ പദ്ധതിക്കെതിരെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നത്? എനിക്ക് മനസ്സിലായി ചോദിക്കുകയാണ്. അല്ല, നിങ്ങൾക്കറിയാം എന്താ PM ശ്രീ പദ്ധതി എന്ന് അറിയോ? ഈ അന്തംഗമികളോടെ ചോദിക്കുന്നത്. എന്തോ PM ശ്രീ പദ്ധതി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അപകടം പിടിച്ച സാധനമാണെന്നുള്ള രീതിയിലാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. എടോ, നമ്മുടെ ഇന്ത്യയില്, നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കിയിടോ. എല്ലാ സംസ്ഥാനങ്ങളും ഈ പദ്ധതിയിൽ ഒപ്പുവെച്ച് നടപ്പിലാക്കി. PM ശ്രീ പദ്ധതിയിൽ പശ്ചിമ ബംഗാളെ ഒപ്പിടൂല പറഞ്ഞിരുന്നു, ഒപ്പിട്ടു. പഞ്ചാബ് അതിനിടയ്ക്ക് ഒപ്പിട്ടിട്ട് ഞങ്ങൾ പിന്മാറുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അങ്ങനെ ഒരു പിന്മാറ്റത്തിന് സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവര് കേട് പറഞ്ഞ് വീണ്ടും ആ പദ്ധതിയിൽ അംഗമായി. ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും ഒപ്പിട്ട് കഴിഞ്ഞ പദ്ധതി നിങ്ങൾക്ക് ഒപ്പിടാതിരിക്കാൻ പറ്റില്ല എന്നല്ല, നിങ്ങൾ ഒപ്പിട്ട് കഴിഞ്ഞു. ഇനി അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ആ പദ്ധതിയുടെ MOU-ൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ഒപ്പിട്ട ഒരു സംസ്ഥാനത്തിനും ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. അങ്ങനെ പിന്മാറണമെങ്കിൽ കേന്ദ്രം കൂടി തീരുമാനിക്കണം. കേന്ദ്രവും ഈ പറയുന്ന സംസ്ഥാനവും ഒരേപോലെ അംഗീകരിച്ചാൽ മാത്രമേ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ പറ്റുള്ളൂ. ഇതാണ് ഈ പദ്ധതി. ആ പദ്ധതിയിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയാണ് എന്നൊരു കത്തയച്ചാൽ കേരളത്തിന് പിന്മാറാൻ പറ്റില്ലടോ. ഇതൊക്കെ
ഇതൊക്കെ വളരെ ക്ലിയർ ആയ കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ നമ്മുടെ പൊതുമണ്ഡലത്തിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. ഇതിലൊന്നും വലിയ ഭൗതിക നിലവാരമൊന്നും വേണ്ട. പക്ഷെ നിങ്ങൾ അങ്ങനെ കത്ത് കൊടുത്തിട്ടില്ലാന്നേ. വി.ഡി. സതീശൻ പറഞ്ഞത് 100 അല്ല 101% സത്യമാണ്. സത്യം പറഞ്ഞിട്ട് ഇയാൾ കള്ളനാക്കുക, എന്ത് തോന്നിയ പറയാ? അങ്ങനെ കത്ത് കൊടുത്തിട്ടില്ലാന്നേ. എന്നിട്ട് വി.കെ. സനോജ് വേറൊരു കത്ത് എടുത്തിട്ട് അത് മുപ്പര് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ അടിയിൽ. ഞാൻ ഇയാളുടെ വിവരക്കേട് ഇയാളുടെ മാത്രമല്ല, ഇയാളുടെയും ഈ പറയുന്ന സ്വരാജിന്റെയും എല്ലാ അന്തംഗമികളുടെയും വിവരക്കേടാണ് ഞാൻ പൊളിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ഈ പോസ്റ്റിന്റെ ബാക്കി അതിന്റെ അടിയിൽ ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞാൻ PMC പദ്ധതിയെ കുറിച്ചാണ് പറഞ്ഞത്. എന്താ അപകടം എന്നാണല്ലോ ചോദിച്ചത്. എടോ, കാരണഭൂതത്തിന്റെ പേരക്കുട്ടി പഠിക്കുന്നത് PMC പദ്ധതി അംഗീകരിച്ച ഈ എന്താ പറയാ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അംഗീകരിച്ച CBSE സ്കൂളിലാണോ? അതിൽ പരം ഒരു എന്താ പറയാ വിശദീകരണം വേണോ? നിങ്ങളുടെ കാരണഭൂതത്തിന്റെ പേരക്കുട്ടി പഠിക്കുന്നത് നിങ്ങൾ വേണ്ട അപകടം എന്ന് പറയുന്ന ഈ സിലബസിലാണോ? ഇതെന്താ വേറെ സ്കൂളൊന്നും ഇല്ല? കാരണം ഈ പറയുന്ന PMC പദ്ധതി എന്താണെന്നറിയടോ? ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിലെ സർക്കാർ സ്കൂളുകളുടെ നിലവാരം ഉയർത്താൻ, കേൾക്കടോ, ഇന്ത്യയിലെ സർക്കാർ വിദ്യാലയങ്ങളുടെ നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയ പദ്ധതിയാണോ PMC പദ്ധതി? ആർക്കാ അത് വേണ്ടാന്ന് പറയാൻ പറ്റുക? ആർക്കാ വേണ്ടാന്ന് പറയാൻ പറ്റുക? നിങ്ങൾ എന്തോ PMC പദ്ധതി എന്ന് പറഞ്ഞാൽ എന്തോ സംഘപരിവാരത്തിന്റെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള പദ്ധതി എന്നൊക്കെയാണല്ലോ വലിയ പറഞ്ഞു പരത്തുന്നത്. ഒരു മണ്ണാങ്കട്ടിയില്ല. ഇതാണ് സർക്കാർ വിദ്യാലയങ്ങളുടെ നിലവാരം ഉയർത്താനുള്ള പദ്ധതി. ദേശീയ വിദ്യാഭ്യാസ പദ്ധതി NEP-യുടെ ഭാഗമാണിത്. നീ NEP എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് എത്ര എന്താ പറയാ നിങ്ങൾ ഇങ്ങനെ ഭ്രാന്ത് പിടിക്കാൻ കാരണം? എടോ, ഓരോ സംസ്ഥാനത്തിനും അവർക്ക് സിലബസ്, ആ പാഠ്യപദ്ധതി, ഇതൊക്കെ അവർക്ക് തീരുമാനിക്കാം. ഒരു പൊതു ചട്ടക്കൂട് മാത്രമാണ് ഈ പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത്. ആ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പഠിപ്പിക്കണ്ട. ആ സിലബസ് നിങ്ങൾക്ക് തയ്യാറാക്കാം, പാഠ്യപദ്ധതി നിങ്ങൾക്ക് തയ്യാറാക്കാം. പിന്നെ എന്താ പ്രശ്നം? എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാരും എന്തോ ഒരു PMC പദ്ധതി എന്ന് പറഞ്ഞാൽ ഇവിടെ നാടാകെ തകർക്കാൻ വേണ്ടി പോകുന്ന ഇവിടുത്തെ ഹൈന്ദവ ഫാസിസ്റ്റുകളുടെ എന്തോ മാരകമായ ബോംബാക്രമണം എന്നൊക്കെയാണ് ഇവര് പറയുന്നത് കേട്ടാ തോന്നുക. ഒരു മണ്ണാങ്കട്ടിയല്ല. ഏറ്റവും അങ്ങനെ ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കിയാലേ ഏറ്റവും ആദ്യം ആ സ്കൂളിലേക്ക് അത്തരം PMC പദ്ധതി കേരളത്തിൽ നടപ്പാക്കി തുടങ്ങുമ്പോൾ അത്തരം സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് ക്യൂ നിൽക്കും. ഇവിടെ ആരെന്നറിയോ? ഈ പറയുന്ന അന്തംഗമികളുടെ മക്കള്. ഇപ്പോ തന്നെ ഇവർ എതിർക്കുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലാണ്, ആ പോളിസി പ്രകാരമുള്ള, ആ സിലബസ് പ്രകാരമുള്ള സ്കൂളിലാണ് ഈ പേരക്കുട്ടി, ആരുടെ പേരക്കുട്ടി? വീണന്റെ മോൻ എന്ന് പറഞ്ഞാൽ കാരണഭൂതത്തിന്റെ പേരക്കുട്ടി പഠിക്കുന്നത്. കാരണഭൂതത്തിന്റെ പേരക്കുട്ടി മാത്രമല്ലടോ, ഒട്ടുമുക്കാൽ CPM നേതാക്കളുടെ മക്കളും പഠിക്കുന്നത് ഇത്തരത്തിൽപ്പെട്ട സ്കൂളുകളിലാണോ? ഈ സമരം ചെയ്യിപ്പിക്കാനും ഇഷ്ടിയെടുക്കാനൊക്കെ പരിശീലിപ്പിക്കുന്നതേ പാവന്തംഗമികളുടെ, പട്ടിണി പാവങ്ങളായ അന്തംഗമികളുടെ മക്കളോടാണ് സമരം ചെയ്യാൻ പറയുന്നത്. എന്തിനെതിരെ? ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്കെതിരെ, PMC പദ്ധതിക്കെതിരെ. എന്നിട്ട് ഇവരെ മക്കളെയൊക്കെ ചേർത്തുന്നത് ഇമാതിരി പദ്ധതിയുള്ള സ്കൂളിൽ. കാരണം അത് നിലവാരമുള്ള സ്കൂളാണെന്നേ. അതിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ഉന്നത നിലയിലെത്തും, ഉന്നത നിലവാരത്തിലെത്തും. ലോകത്തിലെ ഏത് രാജ്യങ്ങളിലും പോയിട്ട് നിങ്ങൾക്ക് തൊഴിൽ നേടാം. അത്തരം പദ്ധതിയിൽ സാധാരണക്കാരുടെ മക്കൾ പഠിക്കാൻ പാടില്ല. അതുകൊണ്ട് അവരെ സമരം ചെയ്യിപ്പിച്ച് ഇവരുടെ മക്കൾ അതിൽ പഠിപ്പിക്കുന്നു. ശരി, ഇനി നമ്മൾ സനോജിന്റെ ഈ പോസ്റ്റിലേക്ക് മടങ്ങി വരാം കേട്ടോ. സനോജ് പറയുന്നത് LDF സർക്കാരിന്റെ കാലത്ത് PMC പദ്ധതി നടപ്പിലാക്കിയെന്നും അതിൽ നിന്നും പിന്മാറാൻ കത്ത് നൽകിയിട്ടില്ല എന്നുമാണ് V.D. സതീശൻ പറയുന്നത്. പോസ്റ്റിനൊപ്പം ഉള്ളത് മുമ്പ് ഈ പോസ്റ്റിന്റെ ഒപ്പം ഒരു എന്താ പറയാ ഒരു ഫോട്ടോ സ്റ്റാറ്റസ് ആണ് ഇട്ടിക്കണേ. പോസ്റ്റിനൊപ്പമുള്ളത് PMC പദ്ധതിയിൽ ആശങ്ക അറിയിച്ചും കേരളം അതിന്റെ ഭാഗമാകുന്നില്ല എന്നും വ്യക്തമാക്കി 2025 നവംബർ 12 എന്ന് പറഞ്ഞാൽ ഈ പദ്ധതിയിൽ ഒപ്പുവെച്ച ശേഷം അതിന്റെ പിറ്റേ മാസം നവംബർ 12 കേന്ദ്രത്തിന് അയച്ച കത്തിന്റെ കോപ്പിയാണ്. കേന്ദ്രത്തിന് അയച്ച ഒരു കത്തിന്റെ കോപ്പി V.K. സനോജ് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ കോപ്പി എന്താണ്? PMC പദ്ധതിയിൽ ആശങ്ക അറിയിച്ചും, ശ്രദ്ധിക്കണേ, PMC പദ്ധതിയിൽ ആശങ്ക അറിയിച്ചും കേരളം അതിന്റെ ഭാഗമാകുന്നില്ല എന്നും വ്യക്തമാക്കി. അങ്ങനെ വ്യക്തമാക്കാൻ പറ്റില്ല എന്നുള്ള വേറെ കാര്യം. അങ്ങനെ വ്യക്തമാക്കി 2025 നവംബർ 12 കേന്ദ്രത്തിന് അയച്ച കത്തിന്റെ കോപ്പിയാണ് ഇതിനോടൊപ്പം ഉള്ളത്. 2026 മെയ് 8 മനോരമ പത്രവും അത് തന്നെ പറയുന്നുണ്ട്, കേരളം PMC പദ്ധതിയിലില്ല എന്ന്. മനോരമ പത്രം പറഞ്ഞോ പറഞ്ഞില്ല എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി V.D. സതീശൻ ഇന്ന് പത്രസമ്മേളനത്തിൽ പച്ചക്കള്ളം ആവർത്തിച്ച് പറയുകയാണ്. V.K. സനോജ് പറയാണ്, നുണ പറയുന്നത് അദ്ദേഹത്തിന് ഭൂഷണമായിരിക്കാം.
എടോ അന്തംഗമ്മികളെ എനിക്കിങ്ങനെ തരിച്ച് കീറുന്നുണ്ട് കേട്ടോ. എടോ നുണ പറയുന്നത് സതീശനല്ലടോ, നിങ്ങളാണോ പറയുന്നത്, നിങ്ങളുടെ നേതാക്കന്മാരാണോ പറയുന്നത്. എന്നിട്ട് വീണ്ടും പറയാളോ സതീശനാണ് നുണ പറയുന്നത്, സതീശനാണ് നുണ പറയുന്നതെന്ന്. നുണ പറയുന്ന അദ്ദേഹത്തിന് ഭൂഷണമായിരിക്കാം, പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു നുണയനാണ് എന്നത് മലയാളികൾക്ക് ആകെ അപമാനമാണ്. അതാണ് സതീശൻ നുണ പറയാം, പക്ഷെ അയാള് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, അതുകൊണ്ട് നുണ പറയാൻ പാടില്ല. വി കെ സനോജ് എന്ന് പറയുന്ന മഹാൻ, കള്ളത്തരം പറയാത്ത മഹാൻ പറയുകയാണ് ഇയാൾ പറയുന്നത് കള്ളത്തരം അല്ലെങ്കിൽ ശുദ്ധ വിവരക്കേട്. കാരണം അന്തംഗമ്മികൾക്ക് ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവില്ല, അത്രയേ ഉള്ളൂ. ഞാൻ ഇവരെ കുറ്റപ്പെടുത്തുന്നില്ല. വി കെ സനോജിനോ അല്ലെങ്കിൽ സ്വരാജിനോ അല്ലെങ്കിൽ വി കെ ശിവൻകുട്ടിക്കോ ഇമാതിരി ഒരന്തംഗമ്മികൾക്കും ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവില്ല. റഹീമിനെ അറിയാലോ, കന്യു അല്ലെ, അങ്ങനെ ഒരു ഡബിൾ എ റഹീം ഉണ്ടല്ലോ, യോനും മനസ്സിലാവില്ല. തലയില് മറ്റേ വീടും ചുമന്ന് നടക്കുന്ന അല്ലെ വേറൊരു ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടല്ലോ അല്ലെ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ഇമാതിരി ആൾക്കാർക്കൊന്നും ഇംഗ്ലീഷ് അറിയില്ലടോ. ഇംഗ്ലീഷ് അറിയാതെ ഇംഗ്ലീഷിൽ എഴുതിയ ഒരു കത്തിൽ എന്താ കാര്യം എന്നറിയാതെ ഇവര് വന്നും കണ്ട് വി ഡി സതീശന്റെ മേലെ കുതിര കയറിയാണ്. നമ്മളൊക്കെ തൊലി പൊളിയാണ് ഇമാതിരി. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, സി പി എമ്മിലെ ഇമാതിരി നേതാക്കളുണ്ടല്ലോ, ഒരു വിവരമില്ലാത്ത മണ്ണും ചാണും അറിയാത്ത സാധനങ്ങൾ, ഒരു വകക്ക് കൊള്ളാത്ത സാധനങ്ങളെന്നേ. അല്ല നിങ്ങളൊന്ന് ആലോചിച്ചു, ഞാൻ ആ ഇംഗ്ലീഷിൽ എന്താണ് ഈ പറയുന്ന LDF സർക്കാർ ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചതിന് ശേഷം, നിങ്ങൾ മനസ്സിലാക്കണം, ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചതിന് ശേഷം ഈ പദ്ധതിയിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് അയച്ചു എന്ന് പറയുന്ന കത്തിൽ എന്താ ഉള്ളത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. ആ കത്ത് അതായത് ഇവൻ തന്നെ, അതായത് വി കെ സനോജ് എന്ന് പറയുന്ന മന്ദബുദ്ധി അറ്റാച്ച് ചെയ്ത കത്താണ് കേട്ടോ. കാരണം ഇവന് വായിച്ചിട്ട് മനസ്സിലായിട്ടില്ല. ആ കത്തിൽ പറയുന്നത്, in view of the concerns raised regarding the implementation of the memorandum of understanding referred to above, the Council of Ministers of the state decided to constitute a committee from among its members to examine such concerns raised and to submit its report for further consideration. അതായത് ഒരു ഉപസമിതിയെ ഞങ്ങൾ നിയമിച്ചിട്ടുണ്ട്, ആ സമിതി ചില കാര്യങ്ങളൊക്കെ പഠിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഫോർ ഫെസിലിറ്റേറ്റിംഗ് ദ സെയിം ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഡിസൈഡഡ് ടു കീപ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ MOU ഇൻ അബേയൻസ്. എന്താണോ അതിന്റെ അർത്ഥം? ഫോർ ഫെസിലിറ്റേറ്റിംഗ് ദ സെയിം, അതായത് ഒരു കമ്മിറ്റി, ഞങ്ങളുടെ ഒരു കമ്മിറ്റി ചില കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഫോർ ഫെസിലിറ്റേറ്റിംഗ് ദ സെയിം ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഡിസൈഡഡ് ടു കീപ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി MOU ഇൻ അബേയൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്മാറുകയാണ് എന്നല്ല അതിന്റെ അർത്ഥം. ഞങ്ങൾ താൽക്കാലികമായി ഇതൊന്ന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതൊന്ന് മരവിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്, അതല്ലാതെ ഞങ്ങൾ ഇതൊന്ന് പിന്മാറുകയാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല. അതായത് ഞങ്ങളുടെ ഒരു ഉപസമിതി ഇത് പഠിക്കുകയാണ്, ഇതിനെ പറ്റിയിട്ട് ഞങ്ങൾ ഒപ്പക്കെട്ടുപോയി, ശരി തന്നെ. പക്ഷേ ഞങ്ങളുടെ ഒരു ഉപസമിതി ഈ മറ്റേ ബിനോയ് വിശ്വ ആൾക്കാരൊക്കെ കച്ചറ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് ഓരോ കണ്ണ് പൊടിയിടാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഉപസമിതിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, മന്ത്രിമാർ ഉൾപ്പെട്ട ഒരു കമ്മിറ്റി. ഒരു കുറച്ച് പഠിക്കട്ടെ, ആ കമ്മിറ്റിയുടെ തീരുമാനം പിന്നെ വന്നില്ല കേട്ടോ. കുറച്ച് പഠിക്കട്ടെ, അതിനുശേഷം അതുവരെ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നവരെ ഇതൊന്ന് എന്ത് ചെയ്യണം, പെൻഡിങ്ങിൽ വെക്കണമെന്ന് അതാ പറയുന്നത്. അതാണ് ഇതിന്റെ അർത്ഥം. For facilitating the same, the Council of Ministers decided to keep the implementation of the MOU ഇത് നടപ്പിലാക്കുന്നത് in abeyance. ഇതൊന്ന് താൽക്കാലികമായി ഇതൊന്ന് പെൻഡിങ്ങിൽ വെക്കണം, അല്ലാതെ പിന്മാറുന്നു എന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ട് പറയാണ്, accordingly I am directed to inform that the government of Kerala will await the submission. ഞങ്ങൾ ഇതാ കാത്തിരിക്കുകയാണ് അവരുടെ ആ റിപ്പോർട്ടിന്, of the report before taking further course of action with respect to the implementation of the MOU. അത് നടപ്പാക്കുന്നതിന് മുമ്പേ ഇവരുടെ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഡോക്ടർ വാസുകി IAS ആണ് ഒപ്പിട്ടത്. ഇതാണ് ചൂണ്ടിക്കാട്ടിയിട്ട് ഞങ്ങൾ നിർത്തി, ഞങ്ങൾ ഇനി പദ്ധതിയിലേക്ക് ഇല്ല എന്ന് പിണറായി വിജയനും ശിവൻകുട്ടിയും പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ വിവരമില്ലാത്തവൻ, ഏത് വിവരമില്ലാത്തവൻ? വി കെ സനോജ് എന്ന് പറയുന്ന വിവരമില്ലാത്തവൻ പറയുന്നത്. അതാണ് റിപ്പോർട്ടർ TVയിൽ നേരത്തെ സ്വരാജ് എന്ന് പറയുന്ന മറ്റൊരു വിവരമില്ലാത്തവൻ പറയുന്നത്. എന്റെ അന്തംഗമ്മികളെ, നിങ്ങൾക്കൊന്നും തോന്നുന്നില്ല നിങ്ങളെ നേതാക്കന്മാർ ഇങ്ങനെയായി പോയത്? നിങ്ങളെ നേതാക്കന്മാരെങ്ങനെയാ ഇങ്ങനെ വിവരമില്ലാത്തവരായി പോയത്? ഈ പോസ്റ്റിന് താഴെയുള്ള കമന്റുകൾ വായിച്ചാൽ പെറ്റ തള്ള സഹിക്കും കേട്ടോ. അതിലെ ഒരു ആദ്യത്തെ ഒരു പ്രതികരണമാണേ. മഷൂദ് എന്ന് പറയുന്ന ഒരു ആൾ എഴുതിയതാണ്.
സഖാക്കളെ പറ്റിക്കുന്നത് പോലെ കേരളത്തിലെ ജനങ്ങളെ മൊത്തം പറ്റിക്കാമെന്ന് വിചാരിക്കരുത് കേട്ടോ. സഖാക്കളെ പറ്റിക്കാം, നിങ്ങൾക്ക് സഖാക്കളെ പറ്റിക്കാം. കാരണം സഖാക്കളാകെ ദേശാഭിമാനി വായിക്കൊള്ളൂ. അപ്പം കൈരളിയെ കാണുള്ളൂ, ദേശാഭിമാനി വായിക്കൊള്ളൂ. അമ്മാരി സഖാക്കളെ നിങ്ങൾക്ക് പറ്റിക്കാം എന്ന് വിചാരിച്ചിട്ടേ പത്രം വായിക്കുന്ന ബോധവും വിവരവുമുള്ള ആൾക്കാരെ പറ്റിക്കാൻ നടക്കരുത് മോനെ. ഒരേ ഒരു ചോദ്യം, നിങ്ങൾ PMCയിൽ ഒപ്പുവെച്ചിട്ടുണ്ടോ ഇല്ലേ? അത് പറ. ഇവരിപ്പോ മിണ്ടാത്തൊരു കാര്യം, നിങ്ങളല്ലടോ ഒപ്പുവെച്ചത്, അത് പറയടോ. നിങ്ങളല്ലേ ഒപ്പുവെച്ചത്, അത് പറ. ഒരേ ഒരു ചോദ്യം, നിങ്ങൾ PMCയിൽ ഒപ്പുവെച്ചിട്ടുണ്ടോ ഇല്ലേ? അത് പറ. അത് തുറന്നു പറയണം. പിന്നെ നിങ്ങൾ അയച്ച ഈ കത്ത്, അതിന് കേന്ദ്രത്തിന്റെ മറുപടി എന്തായിരുന്നു? നിങ്ങൾ പിന്മാറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു കത്തയച്ചത്. അതായത് പിന്മാറി എന്ന് പറഞ്ഞ കത്തയച്ചിട്ടില്ല, അമ്മാരി തൽക്കാലത്തേക്ക് പെൻഡിങ് വെക്കണം എന്ന് പറഞ്ഞൊരു കത്തയച്ചത്. തൽക്കാലത്തേക്ക് പെൻഡിങ് വെക്കണം എന്ന് പറയുന്ന ഒരു കത്താണ് അയച്ചത്. ആ കത്തിന് വല്ല മറുപടി കിട്ടിയോ? വല്ല മറുപടി കിട്ടിയോ? ശരിക്കും മറുപടി കിട്ടേണ്ട കാര്യമില്ലാതെ ഇങ്ങനെ ഒരു കത്തയച്ചാൽ കേന്ദ്രം എടുത്ത് കണ്ടത് ചവറ്റുകൊട്ടയിൽ എറിയും. അങ്ങനെ ഒരു കത്തുകൊണ്ട് ഒരു പ്രസക്തിയില്ല. അങ്ങനെ ഒരു കത്തിനേ പ്രസക്തിയില്ല. ഞങ്ങൾ ഇതിന്ന് പിന്മാറി എന്ന് പറഞ്ഞ കത്തയച്ചാലും പ്രസക്തിയില്ല. ഞാൻ അത് നേരത്തെ പറഞ്ഞു. ഇതിന്റെ MOUയിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഒരു സംസ്ഥാനത്തിനും ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. പഞ്ചാബ് നേരത്തെ അങ്ങനെ ചെയ്തിരുന്നു. ഞങ്ങൾ പിന്മാറുകയാണെന്ന് പറഞ്ഞിരുന്നു. അതോടുകൂടി ഇവരുടെ ഫണ്ട് മുഴുവൻ വെട്ടി അവസാനം അവർ പോയി കൈയും കാലും പിടിച്ചു. ഞങ്ങൾ ഈ പദ്ധതിയിൽ ഉണ്ട് എന്ന് പറഞ്ഞു. അവരുടെ ഫണ്ടൊക്കെ റിലീസ് ചെയ്ത് കൊടുത്തു. അത്ര തന്നെ. എന്നിട്ട് തലയിൽ മുണ്ടിട്ട് പോയി PMCയിൽ ഒപ്പുവെച്ച പിണറായി വിജയനും ശിവൻകുട്ടിയും കേരള ജനതയെ വഞ്ചിച്ചു. അതാണോ, ഇവരാണ് കേരള ജനതയെ വഞ്ചിച്ചത്. എന്നിട്ട് ഇപ്പോ ഒരു കത്തും കണ്ടു വന്നിരിക്കുന്നു സനോജ്. ഇപ്പൊ DYFIയുടെ സെക്രട്ടറി മാത്രമല്ല, താൻ MLA കൂടിയാണ്, അത് ഓർമ്മ വേണം. പറയാണ്, ജനങ്ങൾ പ്രതികരിക്കടോ, ജനങ്ങൾ പ്രതികരിക്കും. നിങ്ങളുടെ അന്തംഗമികളെ പോലെ പൊട്ടന്മാരല്ല ജനങ്ങള്. ഇതിൽ പല ഒരു മറുപടി സനോജിന്റെ ഈ പറയുന്ന ഈ കത്തിനില്ല. ഇതിന്റെ തുടക്കത്തെയാണ് മൂപ്പര് പറഞ്ഞത്, ആര് മറ്റേ VD സതീശൻ നുണയനാണെന്ന്. ആണ് പറയുന്നേ, VD സതീശൻ നുണയനാണെന്നാണ് പറയുന്നേ. നുണ പറയുന്നത് ഇവരാണെന്നേ. നട്ടാക്കുരുക്കാത്ത നുണ പറയുന്നത് ഇമ്മാതിരി മുതലുകളാണ്, കഴിക്കാൻ നന്നാവാത്ത ഈ സാധനങ്ങളാണ്. എന്നിട്ട് പറയും സതീശൻ നുണ പറയാണെന്ന്. സതീശൻ ഒരു നുണയും പറഞ്ഞിട്ടില്ല. ഇനി ഇതില് അരുൺകുമാർ പറയുന്നു, എബയൻസ് മീൻസ് ടെമ്പററി സസ്പെൻഷൻ. ഈ അർത്ഥറിയാത്ത പഠിപ്പിക്കുകയാണ് VK സനോജിനെ പഠിപ്പിക്കുകയാണ് വേറൊരാൾ വന്നിട്ട്. ഇന്റെ അന്തംഗമ്മികളെ, നിങ്ങളൊക്കെ ഒരു സ്ഥിതി ആലോചിച്ച് നോക്കിയാട്ടെ. നിങ്ങളൊരു കമന്റ് ഇടുമ്പോഴേ നിങ്ങളെ പഠിപ്പിക്കുകയാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങള്. എടോ സനോജെ, എടോ പൂമര, പഠിക്കടോ, പോയി ഇംഗ്ലീഷ് പഠിക്കടോ. റഹീമിന്റെ കൂടെ പോയി ഇംഗ്ലീഷ് പഠിക്കടോ. കന്യു കൂട്ട മറ്റേ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിനെയും കൂട്ടിക്കോ. തലയിൽ വീടും കൊണ്ട് നടക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയെയും കൊണ്ട് നടക്കടോ. ശിവൻകുട്ടിയെയും കൂട്ടിക്കോ. പോയി കണ്ട് ഇംഗ്ലീഷ് പഠിക്കോ. LKGയിലും UKGയിലൊക്കെ പോയി ഇരിക്കട്ടോ. നിങ്ങളുടെ പേരക്കുട്ടികൾ ഇരിക്കുന്ന കൂടെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേരക്കുട്ടികളുടെ പുസ്തകം ഒന്ന് വായിച്ച് പഠിക്കോ. ശിവൻകുട്ടിയോടാണ് പറയുന്നത്. എബയൻസ് മീൻസ് ടെമ്പററി സസ്പെൻഷൻ. കേൾക്ക്, ഇത് സനോജിനോട് മാത്രമേ ഞാൻ പറയുന്നത്. ഈ നാട്ടിലെ എല്ലാ അന്തംഗമ്മികളോടും പറയാണ്, VD സതീശൻ പറഞ്ഞത് 100% ശരിയാണ്. ഈ MOUവിൽ നിന്ന് നിങ്ങൾ പിന്മാറിയിട്ടില്ല, പിന്മാറുകയാണ് എന്ന് പറഞ്ഞൊരു കത്തയച്ചിട്ടില്ല. നിങ്ങൾ അതിലെഴുതിയത് ഞങ്ങൾ താൽക്കാലികമായി ഇതൊന്ന് മരവിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. അതിങ്ങനെയാണ്, എബയൻസ് മീൻസ് ടെമ്പററി സസ്പെൻഷൻ. ഇതൊന്ന് വെറും സസ്പെൻഷൻ എന്ന് കൂടിയല്ല പറയുന്നത്, ടെമ്പററി സസ്പെൻഷൻ. താൽക്കാലികമായി ഇതൊന്ന് എന്ത് ചെയ്യാം, താൽക്കാലികമായി ഇതൊന്ന് പെൻഡിങ്ങിൽ വെക്കണം, താൽക്കാലികമായി ഇതൊന്ന് സസ്പെൻഡ് ചെയ്ത് തരണം എന്നാ പറയുന്നത്. അതാണ് എബയൻസ് എന്നുള്ളതിന്റെ അർത്ഥം. Abeyance means temporary suspension, temporary hold or keeping something pending until a decision is made. ഒരു തീരുമാനം ആകുന്നതിന് മുമ്പ് തൽക്കാലത്തേക്ക് ഒന്ന് തടഞ്ഞു നിർത്താനുള്ള ഒരു പദമാണ് abeyance എന്നുള്ളത് കേട്ടോ അന്തംഗമ്മികളെ. ഇതൊക്കെ നാണാവുന്നില്ലടോ ഇതൊക്കെ കേൾക്കുമ്പോ? ഞാൻ അറിയാൻ ചോദിക്കുകയാണ്. അതായത് ഞങ്ങളുടെ നേതാക്കന്മാർക്ക് ഒരു ഇംഗ്ലീഷ് പോലും അറിയില്ല. ഇനി ഇംഗ്ലീഷ് അറിഞ്ഞൂടെങ്കിലും ഇതിങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ വിഡ്ഢിവേഷം കെട്ടണോ? അതാ മനസ്സിലാവത്ത്. ഇപ്പൊ ഇംഗ്ലീഷ് ഇപ്പൊ എല്ലാവർക്കും അറിഞ്ഞോളണമെന്നൊന്നും ഒരു നിർബന്ധം ഇല്ല കേട്ടോ. എബയൻസിന്റെ അർത്ഥം അറിയാത്ത ഒരുപാട് ആൾക്കാർ ഈ നാട്ടിലുണ്ടാവും. പക്ഷേ ഞങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് വിചാരിച്ചിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നും കണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയാണ്. അതാണ് അല്ലേ ഇതിന്റെ ഒരു കഷ്ടസ്ഥിതി ആലോചിച്ച് നോക്കിയാട്ടെ. ഇനി VD സതീശനല്ലേ, VD സതീശൻ എന്ത് ചെയ്യാനും നിങ്ങൾ പറയാം. VD സതീശൻ ഇനി ഒരു രക്ഷയില്ലാതെ ഇത് നടപ്പാക്കണം. അപ്പോഴാണ് VD സതീശൻ പറയുന്നത്. VD സതീശൻ അതിന്റെ ഒരു ഉപസമിതിയൊക്കെ എന്താ പറയാ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇത് പഠിക്കാൻ. അതായത് ആരാണെന്ന് പറഞ്ഞാൽ ഉപസമിതിയിൽ നമ്മുടെ ഷംസുദ്ദീൻ ഉണ്ട്, വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ, പിന്നെ ലിജു ഉണ്ട്,
പിന്നെ PC വിശ്വനാഥ് ഉണ്ട്, പിന്നെ റോജി എം ജോൺ ഉണ്ട്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഉണ്ട്. ഈ 4 അംഗ സമിതിയെ നിയമിച്ചിട്ടുണ്ട്. ഇതൊന്ന് നോക്കിയിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട്. അതിന്റെ കൂടെയാണ് സതീശൻ പറഞ്ഞത്. എനിക്ക് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. അതായത് ഒന്ന്, ഇവര് പറയുന്ന നിർദ്ദേശത്തിന് ഞങ്ങൾ വഴങ്ങില്ല, എന്തായാലും ഇത് പിന്മാറാൻ പറ്റില്ല. അപ്പൊ ഇനി നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമുള്ളൂ. എന്താ കാര്യം? അതായത് ഇവര് പറയുന്ന പോലെ ഒന്നും നമ്മൾ ചെയ്യൂല. ഇതിന്റെ പാഠ്യപദ്ധതി സിലബസ് ഇതൊക്കെ ഞങ്ങൾ തയ്യാറാക്കും. അതായത് ഈ പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് ഇങ്ങോട്ടേക്ക് സിലബസും പാഠ്യപദ്ധതിയും വന്നാൽ അതിന് വേണ്ട തിരുത്തൊക്കെ ഞങ്ങൾ നടത്തും. നിങ്ങൾ പറയുന്നത് മുഴുവൻ ഞങ്ങൾ പഠിപ്പിക്കൂല. ഞങ്ങൾ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പലതും പഠിപ്പിക്കുകയും ചെയ്യും. പിന്നെ ഈ സ്കൂളുകൾ, ഏതൊക്കെ സ്കൂളുകളിൽ PMC പദ്ധതി നടപ്പാക്കണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. എടോ അന്തംഗമ്മികളെ, നിങ്ങളെ ശരിക്കും നിങ്ങളെ വെട്ടിലാക്കിയിരിക്കുകയാണ് VD സതീശൻ. അതാണ് VD സതീശന്റെ ബുദ്ധി എന്ന് പറയുന്നത്. ഈ രണ്ടും യഥാർത്ഥത്തിൽ ഇതിന്റെ അകത്തുണ്ടെന്നേ. ഇവര് തമ്മിലുള്ള ഈ എഴുതി തയ്യാറാക്കിയ MOUവില് ഈ 2 നിർദ്ദേശങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്യാം? സിലബസ് മാറ്റാം. ഈ പാഠപുസ്തകങ്ങളുടെ ഉള്ളടക്കം സംസ്ഥാനത്തിന് തീരുമാനിക്കാം. കേന്ദ്രം തരുന്നത് ആവശ്യമില്ലാത്തത് ഒഴിവാക്കാം, ആവശ്യമുള്ളത് കൂട്ടിച്ചേർക്കാം. സ്കൂളുകളുടെ ലിസ്റ്റ് സമർപ്പിക്കേണ്ടത്, ഈ സ്കൂളുകളുടെ പേര് അപ്ലോഡ് ചെയ്യേണ്ടത് നിങ്ങളാണ്, അതാത് സംസ്ഥാനങ്ങളാണ്. ഒരു കൂട്ടം ആവശ്യമുള്ള കുറച്ച് വിദ്യാലയങ്ങളുടെ പേര് അങ്ങോട്ടേക്ക് സജസ്റ്റ് ചെയ്യും. എന്നിട്ട് അവിടെ ഒരു ചാലഞ്ച് മോഡ് നടത്തും കേന്ദ്ര സർക്കാർ. അതിൽ വിജയിക്കുന്ന സ്കൂളുകൾക്കാണ് എന്ത് കൊടുക്കുക? ഈ ഒരു പദ്ധതി കൊടുക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ. ഇനിയിപ്പോ നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടോ? പറയും. ഇനി മുതലേ PMC എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ തുള്ളണ്ട. മനസ്സിലാക്കേണ്ട ഒരു 4 കാര്യങ്ങൾ. ഒന്ന്, PMC പദ്ധതി എന്ന് പറയുന്നത് അപകടകരമായ പദ്ധതിയല്ല. അപകടകരമായ പദ്ധതിയാണ് എന്ന് നിങ്ങളെ LDF സർക്കാർ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഒരപകടമില്ല. അതിന്റെ യഥാർത്ഥ തെളിവ് പഴയ മുഖ്യമന്ത്രി പിണറായിയുടെ പേരക്കുട്ടി വരെ പഠിക്കുന്നത്, അല്ലെങ്കിൽ മിക്കവാറും നേതാക്കന്മാരുടെ മക്കളൊക്കെ പഠിക്കുന്നത് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരമുള്ള PMC പദ്ധതി അനുസരിച്ചുള്ള സ്കൂളുകളാണ് പഠിക്കുന്നത്. ഈ PMC പദ്ധതി എന്ന് പറയുന്നത് ഈ NEP നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്കൂളുകളെ നവീകരിക്കുന്ന, അവരുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്ന, അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ ഒരു പദ്ധതിയിൽ അംഗമാകാൻ വേണ്ടിയിട്ട് സംസ്ഥാനത്തെ മൊത്തം സ്കൂളുകൾ ആഗ്രഹിക്കേണ്ടതാണ്. ശിവൻകുട്ടി ചെയ്ത പോലെ സ്കൂളുകളുടെ കെട്ടിടങ്ങൾ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചെങ്ങാണ്ട് ഇങ്ങനെ ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ പോലെ കെട്ടിടങ്ങൾ ഉണ്ടാക്കൽ മാത്രമല്ല, അതിലെ പഠന നിലവാരം ഉയർത്താനുള്ള പദ്ധതിയാണ് PMC പദ്ധതി. ഇനി രണ്ടാമത്തത്, ഇത് ഒപ്പിട്ട് കഴിഞ്ഞു. ഇതിനെ എതിർക്കുന്ന ആൾക്കാരെന്നെ പോയി ഇങ്ങോട്ട് ഒപ്പിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോ നിങ്ങൾ എന്ത് കളി കളിച്ചാലും ഇത് നിങ്ങൾക്ക് പിന്മാറാൻ പറ്റില്ല. പിന്മാറണമെങ്കിൽ കേന്ദ്രം വിചാരിക്കോ? കാരണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഇതിൽ ഒപ്പിട്ട് കഴിഞ്ഞു. നിങ്ങൾക്ക് ഇത് ഒപ്പിടാതിരിക്കാൻ പറ്റുമോ? എന്നല്ല, നിങ്ങൾ ഒപ്പിട്ട് കഴിഞ്ഞതാണ്. നിങ്ങൾക്ക് ഇത് പിന്മാറാൻ പറ്റില്ല. ശരി. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങൾ അയച്ചു എന്ന് പറഞ്ഞ കത്ത്, ഈ VK സനേജ് എന്ന് പറയുന്ന പൊട്ടൻ അപ്ലോഡ് ചെയ്ത ഈ സാധനം, ഇത് നിങ്ങൾ പിന്മാറുന്നു എന്ന് പറയുന്ന കത്തല്ല. താൽക്കാലികമായി അതൊന്ന് പെൻഡിങ്ങിൽ വെക്കണമെന്ന് ആവശ്യപ്പെടുന്ന കത്താണ്. അതും പൊക്കിപ്പിടിച്ചിട്ടാണ് ഇപ്പോൾ വരുന്നത്. പിന്മാറാൻ വേണ്ടി പറഞ്ഞു, സതീശൻ പറഞ്ഞത് കള്ളത്തരാണ്. നാലാമത്തെ കാര്യം, നീ പോട്ടെ, സംഘപരിവാർ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയില് അവരുടെ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളൊക്കെ കുത്തിച്ചെലുത്താന്ന് വിചാരിക്കുക. നിങ്ങൾ അതൊക്കെ എടുത്ത് മാറ്റിക്കടോ. നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ ആശയങ്ങൾ അവിടെ പ്രചരിപ്പിച്ചു. എന്താ പ്രശ്നം? ഇതിനൊരു പൊതു ചട്ടം, ഇതിന്റെ ഒരു പൊതു ഫോർമുല അവർ തരും. അതിന്റെ ഉള്ളിൽ നിന്ന് കളിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അതിൽ കൂട്ടിച്ചേർക്കാം. ഒരു പ്രശ്നമില്ലടോ. മനസ്സിലായോ നിങ്ങൾക്ക്? ഇത്രയേ ഉള്ളൂ. ഇതിന്റെ പേരിലാണ് ഇപ്പൊ നടക്കുന്ന ഈ കോലാഹലങ്ങളൊക്കെ. ഇതിന്റെയൊക്കെ പിന്നിൽ ഒരൊറ്റ അജണ്ട മാത്രമേ ഉള്ളൂ കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈ കേന്ദ്രത്തിൽ BJP എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര അപകടമുള്ള സാധനമാണ്. സംഘപരിവാർ എന്ന് പറഞ്ഞു കാണും ഇവിടുത്തെ എന്തോ പറയാം, ഫാസിസ്റ്റ് മൃഗീയ കൂട്ടുകെട്ടൊക്കെയാണ്. ഇവര് വിദ്യാഭ്യാസത്തെ അങ്ങോട്ട് എന്താ പറയാ, ഹൈന്ദവവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. കാവ്യവൽക്കരണം. അതിൻ്റെ ഇടയിലാണ് 3 VC-മാര് മറ്റേ മോഹൻ ഭഗവതിന്റെ പ്രസംഗം കേൾക്കാൻ പോയപ്പോ സതീശൻ പറയാണ് ഇവര് മാപ്പ് പറയണമെന്ന്. എനിക്ക് സതീശനോട് ചോദിക്കാനുള്ളത്, എന്തിനാ സതീശൻ ഇവിടെ വേണ്ടാത്ത പരിപാടിക്കൊക്കെ എന്തിനാ ഒരു മാപ്പ് പറയുന്നത്? സതീശൻ ചില ആൾക്കാരെ പേടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. സതീശൻ ഒരൊറ്റ കാര്യം ചെയ്താൽ മതിയായിരുന്നു. ഈ കാരണഭൂതം ഭരിക്കുന്ന കാലത്ത് 3 അല്ല 4 ആൾക്കാർ പോയിരുന്നു.
ഇതേമാതിരി ഒരു സെമിനാറിൽ പങ്കെടുക്കാനേ 4 ആൾക്കാർ പോയിരുന്നു. അന്നത്തെ മറ്റേ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു പറഞ്ഞത് അതിലെന്താ പ്രശ്നം എന്ന് ബിന്ദു ചോദിച്ചു. ആൾക്കാർക്ക് ചോദിച്ചാൽ എന്താ പ്രശ്നം, അവിടെ പോയി കണ്ട് പ്രസംഗം കേൾക്കാൻ പോയതല്ലേ. അപ്പൊ പിണറായിന്റെ കാലത്ത് 4 ആൾക്കാർ പോയത് LDFന്റെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ സതീശൻ ഭരിക്കുമ്പോൾ 3 ആൾക്കാർ, 4-3 എല്ലാ VC-മാരും ഇതൊക്കെ കേൾക്കാൻ വേണ്ടി പോകും. അവർക്കുണ്ട് ചില അവകാശങ്ങളൊക്കെ. അവര് സിന്ദാബാദ് വിളിക്കാനോ ഇംഗ്ലാബ് വിളിക്കാനോ പോയതല്ല. നിങ്ങളൊരു VC ഉണ്ടായിരുന്നു പണ്ട്, മറ്റേ CPM-ന്റെ ജാതി പങ്കെടുത്തൊരു VC ഉണ്ടായിരുന്നു കണ്ണൂരില്. കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. അപ്പൊ PM ശ്രീ പദ്ധതിയുമായി നിങ്ങൾക്ക് ഉള്ള തെറ്റിദ്ധാരണകൾ മാറി എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്യാം. നമുക്കിതൊരു ചർച്ചാവേദിയാക്കാം. നമുക്ക് ചർച്ചാവേദിയാക്കാം. അല്ലാതെ സതീശൻ നുണ പറയുന്നു എന്ന് പറഞ്ഞിരിക്കേണ്ട. നുണ പറയുന്നത് ആര് എന്നുള്ളത് അത്യാവശ്യം ബോധം വിവരമുള്ളവർക്ക് ഇപ്പൊ മനസ്സിലായെന്ന് തോന്നുന്നു. ബാക്കിയുള്ള ആൾക്കാർക്ക് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതിന്റെ അടിയിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യ്. നമുക്കൊരു തുറന്ന സംവാദമാവാം. അങ്ങനെ സംവാദത്തിലൂടെ നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ ഈ അന്തം കമ്മികളെ കൂടി മനസ്സിലാക്കാം. ഇത്രയ്ക്കല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? ഇത്രയ്ക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ശരി, എന്നാൽ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഓക്കെ, നന്ദി, നമസ്കാരം.